ഇടുക്കിയിലെ ആനത്താരകളിലെ അനധികൃത നിർമ്മാണങ്ങൾ കണ്ടെത്താൻ ജില്ലാ ഭരണകൂടം. ജില്ലയിൽ ആനയുടെ സഞ്ചാരപാതയിൽ വനംവകുപ്പിന്റെ അനുമതിയില്ലാതെയുള്ള നിർമ്മിതികൾ സംബന്ധിച്ച് വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനംവകുപ്പിന് നിർദ്ദേശം. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുപാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിലാണ് നിർദ്ദേശം. വനംവകുപ്പിന്റെ ജില്ലയിലെ എല്ലാ ഡിവിഷനുകളിൽ നിന്നും റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ഉടുമ്പൻചോല MLA സേനാപതി വേണു ഉന്നയിച്ച ആനയിറങ്കൽ ഡാമിൽ ബോട്ടിംഗ് നടത്താൻ വനംവകുപ്പ് അനുമതി നൽകാത്ത വിഷയം പരിശോധിച്ചതിനെ തുടർന്നാണ് യോഗത്തിന്റെ നിർദ്ദേശം. 2 വർഷം മുമ്പാണ് ആനയിറങ്കൽ ഡാമിലെ ബോട്ടിംഗ് നിർത്തിക്കൊണ്ട് ഹൈക്കോടതി നിർദ്ദേശം വന്നത്. അരിക്കൊമ്പനെ കാടുമാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇവിടെ ബോട്ടിംഗ് നിർത്തലാക്കിയത്. ഇതേസമയം കുണ്ടള, മാട്ടുപ്പെട്ടി ഡാമുകളിൽ ബോട്ടിംഗ് അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ ആനയുടെ സഞ്ചാരപാതകളായി കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ റിസോർട്ടുകളടക്കം പ്രവർത്തിക്കുന്നുണ്ടെന്ന യോഗം വിലയിരുത്തി. ചിന്നക്കനാലിൽ നിലവിലുള്ള 17 ആനകൾ ആനത്താരകൾ അടയ്ക്കപ്പെട്ട് ഒറ്റപ്പെട്ട നിലയിലാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്ന് യോഗത്തിൽ പരാമർശമുണ്ടായി. ആനയുടെ സഞ്ചാരപാതയായി വനം വകുപ്പ് തിരിച്ചറിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലെ എല്ലാ അനധികൃത നിർമ്മാണങ്ങളും റിപ്പോർട്ട് ചെയ്യുവാനാണ് യോഗം തീരുമാനിച്ചത്. അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുവാനാണ് റിപ്പോർട്ടിന്റെ ഉദ്ദേശമെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.